ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബീഹാറിലാണ്. അങ്ങനെ പുതിയ വർഷമാണ് ഇന്ന്. ഞാനിപ്പോൾ വീഡിയോ വരുമ്പോൾ കുറച്ച് ദിവസങ്ങളെടുക്കും, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇന്നലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തതിലേക്ക് കിടക്കാട്ടാ. എനിക്ക് ഇന്ന് രാവിലെ വെളുപ്പിന് ഒരു 3 മണി തൊട്ട് ഭയങ്കര ഛർദിലും ഇതൊക്കെ ആയിരുന്നട്ടാ. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടാ ചാർജ് ചെയ്യുന്ന ഫോണ്ടാ. ഇപ്പോൾ ബീഹാറിലൊരു ഹോസ്പിറ്റലിൽ വന്നേക്കണേണ്ട. ഒട്ടും വയ്യ, ഛർദ്ദിച്ച് വയറൊക്കെ ഇളകി ആകെ ടെങ്ങേറായിപ്പോട്ടെ. തല ഇറക്കമൊക്കെ ഭയങ്കര ഫീലാണ്. ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ ആണെന്ന് തോന്നട്ടാ. ഒരു പിടുത്തവരാടാ എൻ്റെ ഹോസ്പിറ്റലിൽ. എനിക്കാണെങ്കിൽ സംസാരിക്കാനും പോലും പറ്റണ്ട. തലയൊക്കെ ഞാനിപ്പോൾ ഒരു 3-4 മണി ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഛർദ്ദിച്ച്. എന്ത് പണ്ടാരോ ഒരു ഐഡിയ ഇല്ല കേട്ടാ. എന്തായാലും നോക്കാം. എന്തായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. എന്താണ് ഡോക്ടർ വരാൻ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് നോക്കാം. നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ, പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർ എന്താ പറയുക, ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ടാ. അതേ ട്രിപ്പ് ഇടാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. വല്ലാത്തൊരു ടയേർഡ് ഫീൽ ചെയ്യണ്ട കേട്ടാ. ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് പയ്യെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങാണ്ടല്ലേ നടപടിയാവില്ലെന്ന് എനിക്ക് തോന്നല്ല. അത്യാവശ്യം പോകാൻ പറ്റും. എന്തായാലും നോക്കട്ടെ, ഇവിടുത്തെ ഇത് കഴിയട്ടെ. ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പറയാട്ടെ എന്തായിരുന്നു എങ്ങനെയാണ്. 2ാമത്തെ ദിവസമേ കിട്ടിയ പണി നോക്കിയേ. നല്ല ഇട്ടിൻ്റെ പണിയാണ്ട. ശരീരമൊക്കെ ഫുള്ള് തളർന്നു പോയി. അങ്ങനത്തെ അവസ്ഥയിൽ തലയൊക്കെ ചുറ്റുണ്ടായിരുന്നു. ഭയങ്കര രീതിയിൽ ഛർദ്ദിച്ച് ആകെ ഇടങ്ങേറായിപ്പോട്ടാ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ പോലും നടക്കില്ല. ഫുഡ് കഴിക്കാൻ നോക്കിയിട്ടാണ് ഈ ഛർദ്ദിക്കുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെ ട്രിപ്പ് ഇട്ടിട്ടാ. ട്രിപ്പ് ഇട്ടത് എന്തില്ലേ 2ാമത്തെയാണ്. 1ാമത്തെ പെട്ടെന്ന് തീർത്തിട്ടാ. ഒരു ഇഞ്ചക്ഷൻ വെച്ച് ഇനിയിപ്പോൾ 2ാമത്തെ കയറ്റിക്കണേണ്ട. അതിന് കുറച്ച് ടൈം എടുക്കും. ഭയങ്കര സ്ലോ ആണ്ടാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞാൽ. പിന്നെ മെഡിസിനൊക്കെ ഉണ്ടെന്നാണ്ട് പറഞ്ഞാൽ. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാടാ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പറയാടാ. അങ്ങനെയാണ് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാ. 2ാമത് ഇട്ട് 2ാമത് ഇട്ട് കഴിഞ്ഞ് ഒരു മരുന്ന് വാർസ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടാ. ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ടയേർഡ് തോന്നുന്നുണ്ട്. പിന്നെ ചെറിയൊരു തലവേദന ഉണ്ട്. ബാക്കിയുള്ള പ്രശ്നമൊന്നും ഇട്ടാ. ഛർദ്ദിക്കാനൊന്നും പറ്റിയിട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയാട്ടെ. ഇപ്പോൾ ഏകദേശം നോക്കിയിട്ടുണ്ട്. സീനൊന്നും ഇല്ലാട്ടാ. ചെറിയൊരു തലവേദന ഉണ്ട്. ഒന്നും കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട് കേട്ടാ. നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്ത് കുറേ ദൂരം വന്നിട്ടാ. കുറേ ദൂരമല്ല, കുറച്ചധികം ദൂരം വന്ന്. അപ്പോൾ വന്നോയ്ക്കൊരു പെട്രോൾ പമ്പ് കിട്ടിയിട്ടാ. അപ്പോൾ അവിടെ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് ഓട്ടിയെന്ന് വെച്ചാൽ അപ്പോൾ ഇത് സമ്മതിച്ച്. ഏകദേശം പമ്പ് ഓപ്പൺ അല്ല. ഇവിടെ ഒരു ഭായി ഉണ്ട്. ഭയ്യ हेलो, आपका नाम क्या है? धर्मेंद्र. आप इधर का है? अच्छा. आप ये पंप पे काम किया था? अच्छा. അങ്ങനെ നമ്മളിത് ഇവിടെ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട്. ഹായ്, आपका नाम क्या है भैया? रवि. आप इधर का है ना? अच्छा. हाय, आपका नाम क्या है भैया? अच्छा. ഇന്നലെ ഫുള്ളിയാണ്ട് നമ്മളിവിടെ താമസിക്കാൻ സൗകര്യം തന്നാ. അപ്പം നമ്മൾ ടെൻറ്റ് ഇവിടെ അടിച്ചാൽ പിന്നെ അതേപോലെ തന്നെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ളി തന്നിട്ടാ. കാരണം ഇവിടെ ഈ കല്ലൊക്കെ ഇങ്ങനെ വന്നേക്കണോണ്ടേ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റാണ്ട. നല്ല തണുപ്പുണ്ട്. ഭയങ്കര കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്ടാ. എന്താണെന്നറിയില്ല, നമ്മൾ സാധാരണ അവിടെയൊക്കെ ഇരുന്നപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടെ വന്നപ്പോൾ വേറെ ഒരുമാതിരി തണുപ്പാണ്ട് ഇവിടെ. ഇന്നലെ അപ്പോൾ ഭയങ്കര സീനായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് ആകെ സെറ്റായി. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടാ. ഇന്നലെയൊക്കെ ഞാൻ ആകെ ഇടങ്ങേറായിപ്പോയി. ഛർദ്ദിച്ച് എനിക്ക് തല ഇറങ്ങി വീഴാനൊക്കെ പോലത്തെ ഒരു അവസ്ഥയൊക്കെ ആയിപ്പോയി കേട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ ടെൻ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പമ്പിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ. റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. കണ്ടില്ലേ, റോഡൊക്കെ ഫുള്ള് ഒഴിഞ്ഞ് നടക്കുന്ന റോഡാണ് കേട്ടോ. ആളുകളൊക്കെ ഭയങ്കര കുറവാണ്. ഹൈവേ ഉണ്ട് ഇത് കാണാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് റൈഡ് ചെയ്യണം. ഇനിയിപ്പോൾ പോകണമെങ്കിൽ ഇതിന് ചായ വല്ലതും കുടിക്കണം കേട്ടോ. ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ. എന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ്ടാ. ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. തക്കാളിയൊക്കെ ഞാൻ ഇന്നലെ മേടിച്ചത് എത്രയായിരുന്നു? 1 കിലോ 20 രൂപ. ഞാൻ 1/2 കിലോ മേടിച്ചോളൂ കേട്ടോ. നമുക്ക് ഒരുപാട് മേടിക്കേണ്ട ആവശ്യമില്ല. 1/2 കിലോ മേടിച്ചോളൂ. പക്ഷേ എന്നാലും ബാക്കിയുണ്ട്. 20 രൂപ ഉള്ളൂ കേട്ടോ 1 കിലോ. പിന്നെ സവാളയൊക്കെ 30 രൂപ 1 കിലോ. അങ്ങനെ എല്ലാത്തിനും. പിന്നെ കോളിഫ്ലവറിനൊക്കെ 20 രൂപ വലിയൊരു പീസിന്. എന്തായാലും കൊള്ളാം കേട്ടോ. ചെറുതിനൊക്കെ ഇനി 10 രൂപ കേട്ടോ. പിള്ളേരൊക്കെ നോക്കി 9 മണി ആയിട്ടോ. 9 മണിക്കുള്ള കാലാവസ്ഥ എനിക്ക് കാണുന്നത്. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ.
നമ്മളെ ഇപ്പോൾ പോണത് ബീഹാറിലെ സാസാറാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പോൾ അത് പോണ റൂട്ടാണ്. നമ്മൾ ഹൈവേ എന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ഉള്ളു റൂട്ടാണ്. വേറെ റൂട്ടും കൂടെ ഉണ്ട്, അത് കിലോമീറ്റർ കൂടുതലാണ്. ഇത് കിലോമീറ്റർ കുറവാണ് റൂട്ടാണ് നമ്മൾ പോണത്. ഇത് ഈ ഒരു ഏരിയയിൽ അങ്ങനെ വലിയ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും കൃഷി കാര്യങ്ങളാണ് മെയിനായിട്ട് പൊതുവെ ഉള്ളത്. ഞാനിപ്പോൾ ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവരതാ പറഞ്ഞ കേട്ടോ. കാരണം നമ്മുടെ അവിടെയൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ജോലിയുടെ കേസ് കുറവായത് കൊണ്ടായിരിക്കാം ആളുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ജോലിയാണിത്. അതുമാത്രമല്ല ഇവിടെ ശമ്പളം വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ അവിടെ അത്യാവശ്യം ശമ്പളങ്ങൾ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് പണിക്കാരായാലും ഇപ്പോൾ വീട് പണി അങ്ങനെ ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ ബീഹാർ അങ്ങനെ ബംഗാൾ അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ എന്തൊരു വലിയ ബിൽഡിങ്ങൊക്കെ പണിയാനുണ്ട്. ഇതൊരു ഒരു മെയിൻ റോഡ് പോലത്തെ ഒരു റോഡാണ്. കാരണം മെയിനായിട്ടുള്ള ഹൈവേ നമ്മൾ നേരെ വന്നില്ലേ, അതാണ്ടോ പട്നയിലേക്ക് ഡയറക്റ്റ് പോണ റൂട്ടാണത്. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊളിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇല്ല, ഇത് വണ്ടി പൊളിക്കണ ഒരു ഏരിയ എന്ന് തോന്നണേ. ഇഷ്ടമാതിരി പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മിഷ്യൻ കണ്ടില്ലേ, ഇത് നെല്ലിൻ്റെ ഇതാക്കണേ കേട്ടോ, വേർതിരിക്കണേണ്. അതായത് നെല്ല് അവിടെ നിന്ന് പറിച്ച് സെറ്റാക്കണ ഒരു മിഷ്യനാണ് കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് കണ്ടത് പഞ്ചാബിൽ നിന്നാണ്. അവിടെ ഇഷ്ടംമാതിരി ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇത് വലിയ സംഭവം കേട്ടോ. വലിയ അത്യാവശ്യം നല്ല ലോഡുണ്ട് കേട്ടോ. ഇനി ലോഡല്ല, അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. ഇനി ആൾക്കാരൊക്കെ അതിൻ്റെ മേളിൽ നിന്നൊക്കെ പോകണേ ഞാൻ കണ്ടിട്ടുണ്ടാ. പിന്നെ ആളുകൾ നമ്മളോട് പറഞ്ഞ് നിങ്ങൾ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും വെക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. കാരണം ആരെങ്കിലുമൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ടോ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മാക്സിമം നോക്കിയൊക്കെയാണ് സാധനങ്ങൾ വെക്കണം കേട്ടോ. ഇവിടേക്ക് ഈ കോളിഫ്ലവറിൻ്റെ കൃഷികൾ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ദേ കണ്ടില്ലേ, ഇതൊക്കെ കാണുന്ന ഫുള്ള് കോളിഫ്ലവറാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഭയങ്കര വില കുറവാണ് കോളിഫ്ലവറിന്. 10-20 വെച്ച് വന്നുള്ളൂ. ചിലയിടത്തൊക്കെ ചെറുതിനൊക്കെ, അതായത് ആ ഒരു വലിയ സൈസില്ലേ അതിൻ്റെ തീരെ ചെറുതിനൊക്കെ 10-20 അങ്ങനെ റേറ്റ് വന്നുള്ളൂ കേട്ടോ. ഭയങ്കര നിസ്സാര വിലയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചത് 20 രൂപയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചിട്ടില്ല, റേറ്റ് ചോദിച്ചിട്ടില്ല. നമ്മളെന്തായാലും മേടിക്കണം കേട്ടോ. ഒരു ദിവസം എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇവിടെ നിന്ന്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടായി കഴിക്കണത്. എന്തായി കഴിക്കണതിൻ്റെ ഒരു ഫീല് അത് വേറെ എന്താ. ടൈം കാര്യങ്ങളൊക്കെ ചിലവാണെങ്കിലും ഭക്ഷണം ഉണ്ടായി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലില്ലേ, നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും കാണിച്ച് തട്ടിയും കൂട്ടി ഫുഡ് ഉണ്ടാകും. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല. എന്നാലും പക്ഷെ നമ്മൾ കഴിക്കും കേട്ടോ. കാരണം നമ്മളുണ്ടാക്കിയില്ല, കുറ്റം പറയാൻ പറ്റില്ല. അതാണ്. ഇതൊക്കെ ഫുള്ള് കൃഷിയാണ് ഇവിടെയൊക്കെ. ബീഹാറിൽ എനിക്ക് തോന്നുന്നു കൂടുതലും കൃഷി കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ല ഈ ഒരു ഏരിയയിൽ. ബാക്കിയുള്ള ഏരിയയിലൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. നമ്മൾ പട്നയിൽ എത്തിയിട്ടില്ല. പട്നയിലൊക്കെ എങ്ങനെയെന്ന് പിടുത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു ടൗണിലെത്തി കേട്ടോ. ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. ഒരു മാർക്കറ്റാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, കോളിഫ്ലവറാണ് എല്ലായിടത്തും മെയിനായിട്ടുള്ളത്. ഇഷ്ടംമാതിരി ഉണ്ട്. തക്കാളി, കോളിഫ്ലവർ, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. നല്ല തിക്കും തിരക്കാണ്. ഞാൻ ഒറ്റ കയ്യിലാണ് ക്യാമറ പിടിച്ച് ഇങ്ങനെ വ്ലോഗ് ചെയ്ത് വർത്താനം പറഞ്ഞത്. ഹെൽമെറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗണ്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ ഒറ്റ കൈക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോണ. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ ബീഹാറിൽ തന്നെ കേട്ടോ. നമ്മളിപ്പോൾ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടി പോണേ. ശരിക്കും നമ്മൾ വന്നത് വേറെ റൂട്ടാണ് കേട്ടോ. പാട്ന പോകേണ്ട സ്ഥലത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വേറൊരു വില്ലേജ്, അതായത് ഒരു ടൗൺ തന്നെയാണ്, അങ്ങോട്ടേക്ക് കയറിയാണ്. ഇപ്പോൾ ഒരു ഹൈവേ കയറിയിട്ട് ഇപ്പോൾ ചെന്നേരം ചെറിയൊരു ടൗണിലായിരുന്നു. കുറച്ച് വില്ലേജ് അങ്ങനെ ഏരിയ ആയിരുന്നു. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ നേരെ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടി പോണേ. ഇന്ന് എത്തൂല, ഏകദേശം അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനേ പറ്റുള്ളൂ കേട്ടോ എന്ന് തോന്നുന്നത്. എന്നാലും മാക്സിമം നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഹൈവേയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി റോഡ് കാര്യങ്ങളാണ്. അത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും റോഡ് ഭയങ്കര മോശമുണ്ടാവും. കാരണം കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മൾ വന്ന സ്ഥലങ്ങൾ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഞാൻ കണ്ടേക്കുന്നത് ബാക്കി നമ്മുടെ അവിടെ കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒപ്പമുണ്ടാ.
ഇവിടുത്തെ എന്താണെന്ന് അറിയില്ല, ഇവിടെയുള്ള അടിപൊളിയാണ് റോഡ് കാര്യങ്ങളൊക്കെ കേട്ടാ. കണ്ടില്ലേ, ഇതൊക്കെ ഇതാട്ടോ കോളിഫ്ലവറിൻ്റെയാണ് ഈ കാണുന്നത്. നമ്മളെ ഇപ്പോൾ പോവേക്ക് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടാ. ഹായ് ഭയ്യ. ഹായ് ഹായ് हाय. आपका नाम क्या है? आशीष. आशीष. विजयमल. विजयमल. छोटू. बन्नू. बन्नू. चिंटू. नितेश. नितेश. राहुल. എല്ലാവരും വെറൈറ്റി നെയിം ആട്ടാ. आप लोग किधर का है? बिहार. बिहार. औरंगाबाद जिला. औरंगाबाद डिस्ट्रिक्ट. अच्छा 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 अच्छा. നമ്മളെ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അങ്ങോട്ട് പോകണേ. ये वाटरफॉल का नाम तुतला भवन. आप घूम क्या तो उधर? कैसे उधर? ठीक है, बहुत अच्छा है. अभी तो उतना पानी नहीं गिर रहा होगा. पानी नहीं इधर. अच्छा अच्छा. बरसात में गिरता है पानी. अच्छा 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 अच्छा. रेन के वक्त. अच्छा. तो നമ്മളെന്തായാലും വെള്ളം കുറവാന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും പോയി നോക്കാട്ടെ നമുക്ക്. നമ്മളെ അങ്ങനെ ഇന്ന് ആ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വന്നോയ്ക്ക് ഒരു പമ്പ് കിട്ടി. ഈ ഒരു പമ്പില്ലേ ഇപ്പോഴായിട്ട് നമ്മൾ അവിടെ അറ്റത്താ ടെൻ്റ് അടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ. അങ്ങനെ പരിപ്പേറി ഉണ്ടാക്കി. ഉണ്ടല്ലേ പരിപ്പേറി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പരിപ്പേറി ഉണ്ടാക്കുന്നത്. സെറ്റായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ, അരി വെള്ളത്തിയിട്ടുണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ യാത്രയുടെ ഓരോരോ ദിവസത്തെ ജീവിതങ്ങൾ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇതുപോലുള്ള ഓരോരോ ദിവസങ്ങളും നല്ല മനോഹരമായ ദിവസങ്ങളാകട്ടെ ഇനിയുള്ള യാത്രയും. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്ക് കാണിച്ചു തരാം. നമ്മുടെ ടെൻ്റ് അടിച്ച അവിടെ കേട്ടോ. നമ്മളിവിടെ അടുത്തൊരു ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിലൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പട്ടണ പോകട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഫുഡൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വെച്ചാൽ ടെൻറ്റ് ഇവിടെ അടിച്ചാൽ. കാരണം ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവർ 24 മണിക്കൂറും ഇതാ വർക്ക് ചെയ്യണ പമ്പാണ്. പക്ഷെ അവർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടാ. ഉണ്ടല്ലേ ഇവിടെ ടെൻറ്റ് അടിച്ചാൽ ഭക്ഷണമൊക്കെ അയച്ചാടാ. സെറ്റാർന്ന് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ഇട്ട് അടുത്ത ദിവസം വന്നേട്ടാ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടതിനൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടാ. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം യൂട്യൂബിൽ നിന്ന് ഇതുവരെ നമുക്കൊരു വരുമാനമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വന്നേട്ടാ. ഒരുപാട് നല്ല നല്ല യാത്രകൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ മറക്കാതെ വേണം കേട്ടോ.